ഞാനും ഒരു പള്ളിയാണ്, വെള്ളാപ്പള്ളി. പക്ഷെ കുരിശില്ലാത്ത പള്ളിയായിപ്പോയി മാത്രമേ ഉള്ളൂ. അവിടെ ഇവരെല്ലാം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടില്ലേ? ഒരു കല്ല് മനസ്സിൽ ഇവിടുത്തെ MLA കൊടുത്തിട്ടുണ്ട്, MP കൊടുത്തിട്ടുണ്ട്, ആരും നാട്ടുകാർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ വളരുമെന്ന് പറയുക? ഈ രാജ്യത്തിൻ്റെ സമ്പത്തുകൾ വരുന്നപ്പോൾ തന്നെ അത് ന്യൂനപക്ഷമെന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു? രാഷ്ട്രീയ നീതി കിട്ടുന്നുണ്ടോ? വിദ്യാഭ്യാസ നീതി കിട്ടുന്നുണ്ടോ? സാമ്പത്തിക നീതി കിട്ടുന്നുണ്ടോ? ഇവിടെ തന്നെ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ തന്നെ എങ്ങനെയാണ് നോക്കുന്നത്? അവിടെ ഒന്നും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ തല എണ്ണാറില്ല. ന്യൂനപക്ഷൻ്റെ തല എണ്ണപ്പെടാൻ 25% ഉള്ളെങ്കിലും അവർക്കാണ് സീറ്റ്. നമ്മളെല്ലാം ഔട്ട്. എന്താണ് ഔട്ടാകാൻ കാരണം? അവർ സംഘടിതമായി വോട്ട് ബാങ്കായിട്ട്. നമ്മൾ സംഘടിതരല്ല, വോട്ട് ബാങ്കായിട്ട്. നമ്മളെല്ലാം ഒന്നായി നിന്നിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കേരളം ആരും ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. പക്ഷേ ശക്തിയുള്ളവൻ എല്ലാം ഉള്ളവൻ ശക്തി ചെയ്യുന്ന സർവ്വീയർ ശക്തരാകാൻ നാം സംഘടിക്കണമെന്ന് പറഞ്ഞ സഹോദരനയ്യപ്പൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടോ. മറ്റു സമുദായങ്ങൾ അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ഇന്ന് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ജാതിയും മതവും മാത്രം നോക്കിയല്ലേ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. പണ്ടെല്ലാം ആനപ്പെട്ടിക്ക്, കുതിരപ്പെട്ടിക്ക്, കാളപ്പെട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയ അന്നത്തെ കാലത്ത്. പെട്ടിയിലാണ് വോട്ട്. കാളപ്പെട്ടി, കുതിരപ്പെട്ടി. സ്ഥാനാർത്ഥി ആരാണെന്നത് അത് കോൺഗ്രസ്, കാള, ആന, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേര് ഒന്നും തിരക്കാതെ ജാതി. ഇന്നാണ് ഏത് ജാതിയാണ് അതാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ ജാതി ചിന്ത മറ്റെന്നത്തേക്കാളും വളരെ കൂടി നിൽക്കുന്നൊരു കാലഘട്ടമായി ഇപ്പോൾ മാറി. പണ്ടൊന്നും ഇത്രയില്ലായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലും ലോകത്ത് പോലും ജാതിയുടെ പേരിൽ വലിയ മത്സരങ്ങളും യുദ്ധങ്ങളും നടക്കുന്നു, ഓരോന്നൊന്നിനെ വിഴുങ്ങാൻ വേണ്ടി. അപ്പോഴാണ് കേരളത്തിൻ്റെ സ്ഥിതിയും ഒട്ടും മോശമാണോ? ഇന്ന് നമുക്കുള്ള പ്രസക്തി എന്ത്? നമ്മൾ വോട്ട് ബാങ്കല്ല. വോട്ട് ബാങ്കായി നിൽക്കുന്നവർക്ക് ഖജനാവിലെ സമ്പത്തുകൾ ചോർത്തിക്കൊണ്ട് വീട് വയ്ക്കാൻ, പെൻഷൻ കിട്ടാൻ, അവന് സ്കോളർഷിപ്പ് കിട്ടാൻ, അവർക്ക് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സഹായം കിട്ടാൻ, ഇതെല്ലാം നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി അവരുടെ ആളുകളെ ഭരണത്തിൽ അയച്ചുകൊണ്ട് ഖജനാവ് ചോർത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്കെന്ത് കിട്ടി? കൺവെൻഷൻ്റെ ഈ പന്തലിന് താഴെ ഇരുന്ന് ഇതെല്ലാം പറയാൻ പലരും വന്ന് പറഞ്ഞു കേട്ട് കൈയടിച്ച് വീട്ടിൽ പോകാൻ മാത്രം വിധിക്കപ്പെട്ട ദരിദ്ര നാരായണൻ നാരായണൻ. പക്ഷെ മറ്റുള്ളവരും കൺവെൻഷൻ നടത്തുന്നുണ്ട്. അവരെല്ലാം അവരുടെ സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ നീതി നേടാൻ സാധിക്കുന്നുള്ള ആ വികാരത്തോടുകൂടി അവർക്കെല്ലാം സമുദായ ബോധമുണ്ട്. ആ സമുദായ ബോധത്തോടുകൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ ആളുകളെ അവർ ജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന നമ്മൾക്ക് ആനയുടെ വില അറിയാതെ ആനക്കാരനാൽ നയിക്കപ്പെടുന്ന ഒരു വിഭാഗമായി ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം മാറി വർത്തമാനകാലത്ത് എന്നുള്ളതല്ലേ നേരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ മതക്കാർക്കും സമുദായക്കാർക്കും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ നമ്മളിവിടെ ഇന്ന് മതേതരത്വം പറയുക. ലീഗിൻ്റെ പാർട്ടി ആരാണ്? പേര് കേട്ട് മുസ്ലിം ലീഗ് എന്നാണ്. എൻ്റെ അർത്ഥം മുസ്ലിം കൂട്ടായ്മയാണ്. അവർക്ക് ഒരുപാട് യാതനയും പ്രയാസങ്ങളും ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തുണ്ടായിരുന്നു. അന്ന് നെഹ്റു എന്താ പറഞ്ഞത്? ചത്ത കുതിരയാണ് ലീഗ് എന്നാ പറഞ്ഞത്. അന്ന് മുഹമ്മദ് കോയ പറഞ്ഞു ഇത് ഉറങ്ങുന്ന സിംഹമാണ് എന്ന് പറഞ്ഞു. കാലം കഴിഞ്ഞപ്പോൾ ആ ചത്ത കുതിര ഇന്ന് പടക്കുതിരയായി 22 or 20 MLA ആയിട്ട് വരുമ്പോൾ അവരുടെ മുകളിൽ കയറി ഇരുന്ന് മാത്രം ഭരിക്കാൻ കോൺഗ്രസ് സാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി എങ്കിൽ എന്ന കാരണം അവരുടെ കൂട്ടായ്മയാണ്.